ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുരേഷ് കുമാർ പുഷ്പൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഈ മിറർ ക്യൂബ് സോൾവ് ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ട്രിക്സ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്തൊരു വന്നു പാടായിട്ട് വന്നു. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഇത് റുബിക്സ് ക്യൂബിനെക്കാട്ടി ഇത്തിരി പാടാണ്. ഇത് ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇതിനും റുബിക്സ് ക്യൂബിന് പോലെ തന്നെ നടുക്കത്തെ പീസുകളുണ്ട്. ഇത് ഒരു നടുക്കത്തെ പീസ്, ഇത് ഇത്രയും വലുതാണ്, ഇത് ഇത്തിരി കൂടെ ചെറുത്, ഇത് ഏറ്റവും ചെറുത്, ഇത് ഇത്തിരി കൂടെ വലുത്, ഇതാണ് ഇന്ന് ഏറ്റവും വലുത്. ഇങ്ങനെ കുറേ റുബിക്സ് ക്യൂബിനെ പോലെ തന്നെ ഇതിനും നടുക്കത്തെ പീസുകളുണ്ട്. ഗൈസ്, അപ്പം ഞാൻ സോൾവ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഞാൻ നടുക്കത്തെ പീസുകൾ നോക്കിയാണ്, ഏറ്റവും വലിയ നടുക്കത്തെ പീസ് നോക്കാൻ പോകുന്നത്. ഇതിൽ നോക്കിയപ്പോൾ എനിക്ക് കണ്ടത് ഇതാണ് ഏറ്റവും വലിയ നടുക്കത്തെ പീസ്. ഇവിടെ നമ്മൾ മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ, അതിലെ പോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ വേണ്ട, ഇതെവിടെയാണ് വരേണ്ടതെന്ന് നോക്കുക. ഇതിവിടെ തന്നെ വരേണ്ട, അതുകൊണ്ട് ഇതിൻ്റെ താഴെ കൊണ്ട് വയ്ക്കാം. അതായത് ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ ചെറുത്. ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിതാ ഇത് ഇതിൻ്റെ പീസാണ്. ഇത് നമ്മൾ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. രണ്ട് പീസ് താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, അടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും പീസ് വെക്കണം. ഇതിൻ്റെ പീസല്ല. ഇതിൻ്റെ പീസാണോ? അല്ല, ഇതിൻ്റെ പീസ് അല്ല. ഇത് പീസല്ല. നോക്കട്ടെ ഞാൻ ഏത് പീസുണ്ടോ. ഇത് നോക്കട്ടെ. ഞാൻ അതിൽ ചെയ്തതുപോലെ ഫസ്റ്റ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നേരെ ആ വീഡിയോ കാണും. അല്ലെങ്കിൽ നിങ്ങൾ മാലു ഡിസ്കവറി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. മാലു ഡിസ്കവറി TV എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹത്തിനെയും പോയി കാണാവുന്നതാണ്. അദ്ദേഹവും മിറർ ക്യൂബ് സോൾവ് ചെയ്യുന്നത് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹവും റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതും പഠിക്കുന്നുണ്ട്. ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ക്ലാസ് എടുത്തിട്ടാണ് ഞാനും പഠിച്ചത്. അപ്പം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ പോയി കണ്ടിട്ട് വരും, മാലു ഡിസ്കവറി. അപ്പോഴത്തേക്കും ഞാൻ ഒരു ലെയർ സോൾവ് ആക്കട്ടെ. ഗൈസ്, ഞാനങ്ങനെ പ്ലസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഗൈസ്, ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ കോർണേഴ്സ് എല്ലാം ശരിയാക്കാൻ പോവാണ്. ഇതിൻ്റെ ഒരു പീസ് തന്നെ, കാരണം ഇത്രയൊക്കെ ഹൈറ്റിലല്ലേ ഉള്ളത്. ഗൈസ്, അപ്പോൾ ഇതെവിടെ ആയിരിക്കും വരേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. ഇത് ഇവിടെയാണെന്നാണ് തോന്നുന്നത്. ഞാൻ കൊണ്ടുവരട്ടെ. അതിനുവേണ്ടി ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റിയും ഇത് മുകളിലോട്ട് കൊണ്ടുവരും. അത് പ്ലസ് ഇതായിട്ടുള്ള ഇത് തന്നെ. എന്നിട്ട് ഇത് ഞാൻ തിരിച്ച് ഇത് മാറ്റി വയ്ക്കും. എന്നിട്ട് ഇത് കട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ഇത് ഇങ്ങോട്ട് വരും. ഇത് ഇവിടത്തെയും പീസല്ല, ഞാൻ മാറ്റി. എന്നിട്ട് ഞാൻ അടുത്ത് നോക്കാൻ പോണേ ഇവിടത്തെ പീസാണോ എന്നാണ്. തിരിച്ച് മാറ്റി ഇങ്ങനെ വെച്ച് മുകളിലോട്ട്. ഇവിടുത്തെ പീസായിരുന്നു അത്. ഇനി ഗൈസ് നോക്കാൻ പോണത് ഇത് ഇവിടുത്തെ പീസാണോ നോക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ആ പീസ് മാറ്റി വെച്ചതിന് ശേഷം ഇങ്ങോട്ട് തിരിക്കും, പിന്നെ ഇങ്ങോട്ട് തിരിക്കും. അപ്പോൾ ഇവിടുത്തെയും പീസല്ല അത്. അപ്പോൾ മാറ്റി വയ്ക്കും. ഞാൻ
മാറ്റി വെച്ച് ലാസ്റ്റ് ഇവിടെ ചെയ്യാൻ പോവുക. ഇവിടത്തെ പീസായിരുന്നു അത്, അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് ഈ പീസായി. ഇനി ഇവിടത്തെ രണ്ടും മാത്രമേ ശരിയാകൂ. ഇനി ഇത് എവിടത്തെ പീസാണ്, ഇത് ഇതിലെ പീസൊന്നുമല്ല, മാറ്റി വെച്ച്. ഇനി ഇത് അതിലെ പീസ്. ഇവിടത്തെ പീസാണെന്നാണ് നോക്കാൻ പോകണം. അതിനു വേണ്ടി ഞാൻ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ മുകളിലോട്ടും തിരിച്ചു. അപ്പോൾ അവിടുത്തെ പീസായിരുന്നു അത്. ഇത് ഇവിടത്തെ പീസാണെന്ന് നോക്കാം, കറക്റ്റായിരിക്കും ചിലപ്പോൾ, കാരണം ലാസ്റ്റ് പീസാണ്. അതായത് ഈ ഫസ്റ്റ് ലെയർ നമ്മൾ സോൾവ് ചെയ്തേ, ഇനി നടുക്കത്തെ പീസ് ഉണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടാണ് സോൾവ്. ഇനി മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ വേഗം പോയി ആ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരും. ആകെ 4 ദിവസം ആയതേ ഉള്ളൂ ഞാൻ അത് ഇട്ടിട്ട്. വേഗം പോയി കണ്ടിട്ട് വരും. ഇനി അടുത്തെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടായിരിക്കും പോണം. ഇത് ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ ചെയ്തത് വേറൊരു സ്റ്റെപ്പാണ്. അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, അത് ഗൈസ് അവിടുത്തെ പീസാണ്. ഇനി അടുത്തത് ഇവിടെ സോൾവാണ്. ഇവിടത്തെ 2 പീസ് എവിടെ നോക്കട്ടെ. ഇത് ഇവിടത്തെയാണ്, അത് അവിടെ. ഗൈസ് ഇത് ഇവിടത്തെ പീസാണ്, അതുകൊണ്ട് ടോപ്പ് ടു റൈറ്റാണ് ചെയ്യാൻ പോണത്. അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, up anti-clockwise, right anti-clockwise, up anti-clockwise, face anti-clockwise, up clockwise, left clockwise. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടത്തതും കൂടെ സോൾവ് ചെയ്യുക. എൻ്റെ ഇവിടുത്തെ പീസ് എവിടെ? ഇവിടെയാണ്, ഇത് ഇങ്ങോട്ടായിരിക്കും പോണത്, ടോപ്പ് ടു റൈറ്റ്, നേരത്തെ ആ സെയിം ഫോർമുലയാണ്. അപ്പോൾ ഈ 2 സൈഡും സോൾവ് ആയിട്ടുണ്ട്. ഇവിടെയും സോൾവായി, ഇവിടെയും സോൾവായി. ഇനി അടുത്ത നമുക്കൊരു ഫിഷിൻ്റെ രൂപത്തിൽ ഇവിടെ, അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് നമ്മൾ ഇത് സോൾവ് ആക്കും അല്ലോ, അതിന് വേണ്ടിയുള്ള സ്റ്റെപ്പാണ് ഇനി പറയാൻ പോണത്. അതിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, യൂട്യൂബ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. പിന്നെ ഗായ്സ് ഞാൻ അടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് സോൾവ് ചെയ്യാൻ പോയില്ലേ, ഇതാണ് റൈറ്റ് അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, യൂട്യൂബ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇവിടെ സോൾവ് ആവുന്നവരെ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ സോൾവ് ചെയ്തു ഗായ്സ്, അത് ശരിയാക്കിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇതാ പ്ലസ്സായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതിൻ്റെ സ്റ്റെപ്പ് ഞാൻ ഫോർമുല ഇപ്പം പറഞ്ഞുതരാം. ഫേസ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ് സോൾവ് ചെയ്യാനുള്ള. ഇനി അടുത്ത എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ഫിഷിൻ്റെ രൂപത്തിൽ ഇടണം. അതായത് ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം ശരിയാക്കിയിട്ട് ബാക്കി 3 എണ്ണം തെറ്റിച്ച് ഉള്ള സ്റ്റെപ്പാണ്. ഓക്കെ, അതേതാണെന്ന് വെച്ചാൽ ഇത് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ പറയാം.
അപ്പോൾ ഇങ്ങനെ ഒരു ഫിഷിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനത് ഫുള്ള് പോയി ശരിയാക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ ഈ എല്ലാം സോൾവ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ആ സ്റ്റെപ്പ് എന്തിനാണെന്നല്ലേ, ആ സ്റ്റെപ്പ് എന്തിനാണെന്ന് വെച്ചാൽ റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഫുള്ള് ശരിയായിട്ട് കിട്ടും. അതായത് ഇതിങ്ങനെ കിട്ടും. എന്നിട്ട് ഞാൻ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇനി ആരെങ്കിലും ഞാൻ ഒരു സൈഡ് ശരിയാകും. ഇത് കണ്ട ഇവിടെ 2 എണ്ണം ശരിയായിട്ട് ഇരിക്കുകയാണ്. ഇനി ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് ശരിയാക്കിയാണ്. ഇതിൻ്റെ ഇവിടുത്തെ പീസ് ഏതാണ് ഇവിടെ വരേണ്ട? ഇതാണ് ഇവിടെ വരേണ്ട പീസ്. അപ്പോൾ ഞാൻ ഇവിടെ വരാൻ വേണ്ടി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും ഇതിൻ്റെ റൈറ്റ് സൈഡുമായ ഈ സൈഡിന് ഞാൻ പിടിച്ചിട്ട് ഇത് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് പറയാം. സോറി, തെറ്റി ഗൈസ്. ആ സ്റ്റെപ്പ് ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. റൈറ്റ് ടു അപ്പ്, റൈറ്റ് ആൻറ്റി right anti-clockwise, up anti-clockwise, right anti-clockwise, up anti-clockwise, and this. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇത് സോൾവ് ചെയ്യണ മെത്തേഡ്. ഇനി അടുത്ത നമുക്കൊരു യു ഷേപ്പ് ആയിട്ട് കിട്ടണം. യു ഷേപ്പ്, അതായത് നടുക്കത്തെ 6 എണ്ണം തെറ്റിച്ചും ബാക്കിയുള്ള എല്ലാ സൈഡും ശരിയായിട്ടും വരുന്ന സ്റ്റെപ്പ്. അതാണ് ഇങ്ങനത്തെ സ്റ്റെപ്പ്. നോക്കിയുള്ളൂ, ശ്രദ്ധിച്ച് നോക്കിയുള്ളൂ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പല്ല. ഗൈസ്, അപ്പോൾ എനിക്ക് ആ ഒരു ഇപ്പം ഇവിടെ ശരിയായിട്ടുണ്ട്, ഇവിടെ താഴെ ശരിയായിട്ടുണ്ട്, ഈ 2 ലെയേഴ്സും ശരിയായിട്ടുണ്ട്. ഈ 3 ലെയേഴ്സ് മാത്രമാണ് ഇനി ശരിയാക്കാനുള്ളത്. അതിന് വേണ്ടിയാണ് ഞാൻ ഇനി ചെയ്യാൻ പോണത് സ്റ്റെപ്പ്. അതായത് റൈറ്റ് ടു അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. പിന്നെ ഇങ്ങനെ. അപ്പോൾ ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് ഇങ്ങനെ. അപ്പോൾ ഇത് ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് 2 തവണ റിപ്പീറ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് ശരിയാണ്. എനിക്ക് ശരിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിയാക്കണമെങ്കിൽ കമൻറ്റ് വഴി അറിയുക. എത്ര ആൾക്കാർക്ക് ഇത് സോൾവ് ചെയ്യാൻ ശരിയായിട്ടുണ്ടെന്ന് പറയാം. എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ കമൻറ്റിലൂടെ പറയുക ഗൈസ്. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോയിലുമായിട്ട് കാണാം. സുരേഷ് കുമാർ.